പനങ്കിഴങ്ങ് കഴിച്ചിട്ടുള്ളവരുണ്ടോ? ഇല്ലാത്തവരിത് കണ്ടോ കേട്ടോ. കാരണം ഇത് എപ്പോഴും നമുക്ക് കാണാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ കഴിച്ചിട്ട് കുറേ വർഷങ്ങളായി. ഇപ്പം എനിക്കിപ്പോൾ കഴിക്കാൻ പറ്റി. അപ്പോൾ ഇതാണ് സംഭവം. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മധുരമൊന്നുമല്ല, ചെറിയൊരു എന്താ നമ്മൾ കപ്പയൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് പോലെ കുറച്ച് അതുപോലെ ഇരിക്കും. പിന്നെ കൂവക്കിഴങ്ങുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത്. അപ്പോൾ എന്തായാലും കഴിച്ചിട്ടില്ലാത്തവർ കഴിച്ചു നോക്കുക. ഇപ്പം ഇവിടെ എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഇത് ഇഷ്ടമാണ്. എൻ്റെ വീട്ടിൽ ഇപ്പം ഞാനിപ്പോൾ കാണിച്ചു തരാം ആരൊക്കെ ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. എൻ്റെ ചേച്ചിയാണ് കഴിക്കുന്നത് കേട്ടോ. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? കുഴപ്പമില്ല അല്ലേ? ഓ, എൻ്റെ അമ്മ ഇതിനെന്താ ഈ പനങ്കിഴങ്ങിനെ കുറിച്ചൊരു 2 വാക്ക് സംസാരിക്കുന്നതാണ്. കാരണം പണ്ടൊക്കെ ആയിരുന്നു ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഇതിന് ലഭ്യമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറവല്ലേ. അപ്പം നമ്മുടെ അമ്മയുടെയൊക്കെ ചെറിയ പ്രായത്തിലൊക്കെ ഇത് അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട് അവർ കഴിച്ചിട്ടുള്ളതുമാണ്. ഇപ്പോൾ ഇത് നമുക്ക് കിട്ടാൻ കുറവല്ലേ, നമുക്കിത് എപ്പോഴും കിട്ടുന്നതല്ല. ഇത് നമുക്കിപ്പോൾ കിട്ടിയത് നമ്മൾ പുറത്ത് പോയപ്പോഴത്തേക്ക് അവിടെ റോഡ് സൈഡിൽ വെച്ചുകൊണ്ടിരുന്നതാണ്, അങ്ങനെ വാങ്ങിക്കാൻ കിട്ടിയതാണ്. ഇതുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അക്കാനി എന്ന് പറയാം, അതിന് വേറെ എന്ത് പേരാണോ എന്തോ, ആ സാധനം ഉണ്ടായിരുന്നു. നോങ്കുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വെച്ചുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ ഇതിനെക്കുറിച്ച് 2 വാക്ക് പറയുന്നതായിരിക്കും. പനയിലുള്ള പനങ്ങയാണ് പഴുത്ത് അത് വീഴുമ്പോൾ എടുത്ത് നിറച്ചാകുമ്പോൾ അതിനെ കുഴിച്ച് ഇടും. അതിൻ്റെ പനങ്ങനകത്ത് വിത്തുണ്ട്. ചിലതിൽ 2 എണ്ണം കാണും, ചിലതിൽ 3 എണ്ണം ഒക്കെ കാണും. ആ വിത്ത് എത്ര മാസമെന്ന് എനിക്ക് ഓർമ്മയില്ല. എത്ര മാസം അത് കുഴിച്ചിട്ടിരിക്കുമ്പോൾ അതിൽ നിന്നാണ്, പിന്നെ ആ വിത്തിൽ നിന്നാണ് ഈ കിഴങ്ങ് ഇങ്ങനെ മുളച്ചു വരുന്നത്. കൂടുതലായിട്ട് ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ്. അതാണ് ഈ തൂക്കം വരുമ്പോഴും ഇങ്ങനത്തെ നല്ല തൂക്കത്തിന്റെ ഈ സമയത്തൊക്കെയാണ് ഇത് കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത്. ഫെബ്രുവരി മാർച്ച് ആ മാസത്തൊക്കെയാണ് ഇതിന്റെ സീസൺ എന്ന് തോന്നുന്നു. നോമ്പ് ചില എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല. കഴിക്കുന്നവർക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നും. പണ്ടുള്ളവർക്ക് ഇഷ്ടപ്പെടും, ഇപ്പോഴുള്ളവർക്ക് അധികം ഇഷ്ടപ്പെടും. ഹെൽത്തി അല്ലേ, ആരോഗ്യത്തിന് നല്ലതല്ലേ.